ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്നും കണ്ടത്. ഒരു പെണ്ണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അവസാനിക്കുന്നിടത്ത് പല ബന്ധങ്ങളും അവസാനിക്കും. പലരും സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടുന്ന, വിസമ്മതിക്കുന്ന ഏറ്റവും വലിയൊരു അപ്രിയ സത്യമല്ല ഇത്. ഭർത്താവിന് ഭംഗിയില്ലാഞ്ഞിട്ടാണ് ഇട്ടേച്ചു പോയതാണ്, നിങ്ങളുടെ കയ്യിൽ കുറെ പണമായപ്പോൾ ഇങ്ങനെ ഇവർ 5 മക്കളുമായിട്ട് ജീവിക്കുന്ന സ്വൽഹാബീകത്തിനെ വളരെ ക്രൂരമായിട്ട് വേട്ടയാടുന്ന ഒരു രീതി കഴിഞ്ഞ കുറച്ചൊരാഴ്ചകളായിട്ട് യൂട്യൂബിലും അതേപോലെ ഈ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണാം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ഒരു ഇൻഫ്ലുവൻസറാണ് സ്വൽഹ എന്ന സിലു ടോക്സ്. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടറായിരിക്കും. ഈ ഒരു അടുത്ത സമയത്ത് അവരെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ ലൈഫിനെ ഒരു കോണ്ടൻ്റായിട്ട് ഉപയോഗിച്ചിട്ട് വളരെ വലിയ സൈബർ ആക്രമണമാണ് ഈ ഒരു സ്വൽഹ എന്ന് പേരുള്ള സ്വൽഹാബീഗ് എന്നാണ് അവരുടെ ശരിക്കും പേര്. സിലു ടോക്സ് എന്ന് പറഞ്ഞിട്ടാണ് അവർ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ളത്. ഭർത്താവുമായിട്ട് സെപ്പറേറ്റഡ് ആയി, ഡിവോഴ്സായി, അങ്ങനെ എന്തൊക്കെ പ്രശ്നം, ഒരു ഫാമിലി പ്രശ്നങ്ങളാണ്. അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ഭർത്താവിന് ഭംഗിയില്ലാഞ്ഞിട്ടാണ് ഇട്ടേച്ചു പോയതാണ്, നിങ്ങളുടെ കയ്യിൽ കുറേ പണമായപ്പോൾ ഇങ്ങനെ ഇവർ 5 മക്കളുമായിട്ട് ജീവിക്കുന്ന സ്വൽഹാബീകത്തിനെ വളരെ ക്രൂരമായിട്ട് വേട്ടയാടുന്ന ഒരു രീതി കഴിഞ്ഞ കുറച്ചൊരാഴ്ചകളായിട്ട് യൂട്യൂബിലും അതേപോലെ ഈ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണാം. ഞാൻ ചിന്തിച്ചൊരു കാര്യം, നമ്മളൊരാളെ നമുക്ക് പിന്തുണക്കാൻ പറ്റണില്ലെങ്കിൽ വേട്ടയാടാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ആളുകൾ ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്നിട്ട് ജീവൻ ഒടുക്കുന്ന കാഴ്ചകൾ കാണാം. ജീവൻ ഒടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, അയ്യോ ഒന്ന് പോരാടി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയും. സത്യത്തിൽ ഇവർ പോരാടി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെ തൻ്റേടി എന്നും താന്തോന്നി എന്നും ഒന്നിനും കൊള്ളാത്തവനെന്നും പുരുഷനെ വകവെക്കാത്തവനും എന്നുള്ള ആക്ഷേപങ്ങൾ വേറെ. നമ്മൾ എന്തിനാണ് ഒരാളെ കുറിച്ചിട്ട് അവരുടെ ലൈഫിനെ തകർക്കുന്ന രീതിയിൽ ആക്ഷേപങ്ങൾ ഉണ്ടാക്കണേ? അവനവൻ്റെ സ്വകാര്യ ലൈഫ് വന്നിട്ട് ഇതുപോലെ മീഡിയയിലൊക്കെ വന്ന് പറയുമ്പോൾ, വ്ളോഗ് ചെയ്യുമ്പോൾ ആളുകൾ അതിനെടുക്കുന്ന രീതിയും നമ്മൾ പ്രതീക്ഷിക്കണ പോലെ ആവില്ല. ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞു ചോദിക്കും, ഇയാളെന്തിനപ്പോൾ ഇവരെ വീഡിയോ ചെയ്യുന്നത്, ഞങ്ങളിപ്പോൾ അറിയാത്തവരറിഞ്ഞില്ലേ? അവർ തന്നെ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് അവരെ കുറിച്ചിട്ട്. അവർ പല അഭിമുഖങ്ങളിലും മറ്റും പറഞ്ഞൊരു കാര്യമുണ്ട്. 17ാമത്തെ വയസ്സിലായിരുന്നു പാലക്കാട് ജില്ലയിലെ ഈ സ്വൽഹാബീഗം കല്യാണം കഴിക്കണം. അവരുടെ വീട് പാലക്കാട് ജില്ല ഭാഗത്താണ്. 17ാമത്തെ വയസ്സിൽ കല്യാണം ഉറപ്പിച്ച് 20ാമത്തെ ദിവസം തന്നെ കല്യാണം നടന്നത്. ആലോചന വന്ന് 20 ദിവസം കല്യാണം നടന്നു. ഒരു ഗൾഫുകാരനായിരുന്നു. വീടിനടുത്ത് 1 കിലോമീറ്റർ അകലെ തന്നെയായിരുന്നു ഭർത്താവിൻ്റെ വീട്. പക്ഷേ സ്വന്തം വീട്ടിലേക്ക് പോകാനൊന്നും അങ്ങനെ പെട്ടെന്ന് അനുവാദം കിട്ടിയിരുന്നില്ല. ഒരു കുട്ടിയായി ഇവർക്ക് പഠിക്കണം എന്നുള്ളത് ഒരു LLB എടുക്കണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനൊന്നും അന്ന് സാധിച്ചിരുന്നില്ല. കാരണം +2 പോലും അന്ന് കംപ്ലീറ്റഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കുട്ടിയായതിനു ശേഷം സ്വന്തം കുഞ്ഞിനെ അവനവൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ഇവർ പഠിക്കാൻ പോയി. +2 64% മാർക്കോട് കൂടി പാസ്സായി. അങ്ങനെ 2ാമത്തെ ഒരു കുട്ടിയായി. സ്വർണ്ണമൊക്കെ വിറ്റിട്ടാണ് ഭർത്താവിൻ്റെ ബിസിനസ്സിലൊക്കെ ഇറക്കിയത്. അതൊക്കെ പോയി. വളരെ നഷ്ടം പറ്റിയത്രേ, ബിസിനസ്സിനൊക്കെ വളരെ നഷ്ടം പറ്റി. അങ്ങനെ സ്വൽഹയുടെ ഉപ്പയുടെ മരണം അവരുടെ ലൈഫിനെ വല്ലാതെ ബാധിച്ചു. വീണ്ടും പഠനം ആരംഭിച്ചു. പക്ഷേ ആ സമയത്ത് പഠിപ്പിക്കാൻ വീട്ടുകാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതിനിടയ്ക്ക് ഒരു വ്ളോഗ് തുടങ്ങിയിരുന്നു. അതിൽ നിന്നുള്ള ഒരു റവന്യൂ കുറയുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് 3, 4, 5 മക്കളുണ്ടായി. പിന്നീട് ഇവർ പഠിക്കുന്ന ഏതൊരു കോഴ്സിന് അഫിലിയേറ്റഡ് ഇല്ല തിരിച്ചറിഞ്ഞു. പല കോഴ്സുകളും ഇവർ പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാൻ താല്പര്യമാണ്. ഇവരൊരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. പേർലിമാണിയെ പോലെയുള്ള വളരെ വലിയ സെലിബ്രിറ്റികൾ പോലും ഇവരുടെ ആരാധികയായിട്ട് മാറി എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന അവരെന്നെ പറഞ്ഞു, പലരും ചോദിക്കും അത്ര എന്താ ഇപ്പോൾ ഹസ്ബൻഡിനെ കാണാനില്ലല്ലോ, മക്കൾ മാത്രമേ ഉള്ളല്ലോ എന്നൊക്കെ അവർ പറഞ്ഞു, ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് അങ്ങനെയാണെങ്കിൽ. അവിടെ നിന്നാണ് ഇവരെ ലൈഫ് ഈ രീതിയിലായത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതൊരു കോണ്ടൻ്റായിട്ട് എടുത്തിട്ട് ഇവരെ ഭയങ്കര വേട്ടയാണ്. ഇവരെ ലൈഫ് സോഷ്യൽ മീഡിയ വഴി തുറന്നു പറയുമ്പോൾ അതിനോട് യോജിക്കും വിയോജിക്കും ചെയ്യുന്ന ആളുകൾ അവരെ കാഴ്ചക്കാലുണ്ടാവും, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ മറ്റ് യൂട്യൂബേഴ്സ് ഇവരെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കുന്ന വിധത്തിൽ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ പറയാണ്, ഇവരെ ഭർത്താവിന് ഭംഗിയില്ലാഞ്ഞിട്ടാണ് ഇവരെ ഒഴിവാക്കിയെന്നുള്ളത്. ആ ഭർത്താവിന് ഭംഗിയില്ലാഞ്ഞിട്ടാണ് ഈ ഒരു സ്വൽഹ ഒഴിവാക്കുന്നുള്ളത് ആ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടോ? അതിലെന്നെ സ്വൽഹ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ഭർത്താവ്? അപ്പോൾ മറ്റൊരാളുടെ ലൈഫിൽ കയറിയിട്ട് ഇടപെടുക, അവർക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ വീഡിയോ ചെയ്യുക, ഇതൊന്നും ഒരു സാധാരണ രീതിയിൽ ഒരു മനസാക്ഷിയുള്ള ഒരാൾ ചെയ്യേണ്ടതല്ല. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അവരോട് യോജിപ്പോ വിയോജിപ്പോ ഒക്കെ ഉണ്ടായിരിക്കാം, സ്വാഭാവികം. ഞാൻ എന്തായാലും പേഴ്സണലി ഇത്തരം ഫാമിലി കാര്യങ്ങളൊക്കെ അങ്ങനെ അവനവൻ്റെ കാര്യം ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളോട് എനിക്കൊരു താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം അങ്ങനെ പറയുന്ന ആളുകളിലൊന്നും റിയൽ ലൈഫ് അങ്ങനെയല്ല.
ഞാൻ ഇഷ്ടംപോലെ ഒരു മാധ്യമ പ്രവർത്തന നിലയ്ക്ക് എനിക്കറിയാം, ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഭയങ്കര സ്നേഹം കാണിക്കുന്ന ഭാര്യയും ഭർത്താവും നല്ല അടിയാണ്, ഗംഭീര അടിയായിരിക്കും പിന്നിൽ. ഇതൊന്നും പറയാത്ത ആളുകളാണ് വളരെ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ടാവുക. പല യൂട്യൂബേഴ്സും ജീവനൊടുക്കിയ യൂട്യൂബേഴ്സ് ഉണ്ട്. ആ തലേ ദിവസം വരെ ലൈവിൽ മണിക്കൂറുകളോ വന്നിട്ട് ഭർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇവർ ജീവൻ ഒടുക്കിയത് തന്നെ എന്താണ്, പല പല ബന്ധങ്ങൾ കാരണം മറ്റു കാരണങ്ങളുമാണ്. അപ്പോൾ പല സ്ത്രീകളും ഈ യൂട്യൂബർ ആണെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകണത് അവരവരെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടോ അതിൽ നിന്നൊരു മോചനം കിട്ടാനൊക്കെയാണ് അവരുപയോഗിക്കുക സോഷ്യൽ മീഡിയ. ഇവരെ ഫോളോ ചെയ്യുന്ന കുറേ മണ്ടന്മാരുണ്ട്. ഇതൊക്കെയാണ് ലൈഫെന്ന് കരുതിയിട്ട് കുറേ നല്ല വീട്ടമ്മമാർ ഈ കണ്ടില്ലേ, അവർക്ക് എന്തൊരു ഹാപ്പിയാണ്, അവർ സ്വന്തം ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചിട്ട് അവർ ഇൻസ്റ്റയിൽ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുക. എവിടെ സ്വന്തം ലൈഫ് ആകെ ചാണക്കുഴിയിലായിരിക്കും. എന്നിട്ടാണ് അവർ പുറത്തുനിന്ന് കാണിക്കുന്ന ഈ സന്തോഷ പ്രകടനങ്ങൾ കാണിക്കുക. അപ്പോൾ റിയൽ ലൈഫിൽ ഇല്ലാത്തത് റിയൽ ലൈഫിൽ കാണിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകളിൽ നല്ലൊരു പങ്കും. എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ അടച്ചാക്ഷേപിക്കാൻ തയ്യാറല്ല. എന്തിനും ഒരു യൂട്യൂബേഴ്സ് ഇപ്പോൾ അടുത്ത് ഇങ്ങനെ വീഡിയോ ഇട്ട് അവസാനം ഒരുത്തന്നെ കൂടെ ഒളിച്ചോടി അടക്കം വീഡിയോ ഇട്ട് ഒരു മുസ്ലിം വ്ളോഗറുടെ കഥ ഞാൻ പറഞ്ഞത്. അവരിങ്ങനെ ദിവസം അവർ പിന്തുണക്കാനും കുറേ പേരുണ്ടായിരുന്നേ. അവസാനം ആ വീട്ടമ്മ ഇത് ഒളിച്ചോടിയതും വീഡിയോ ഇട്ട് ഇപ്പോൾ ഒളിച്ചോടിയാളുടെ കൂടെയാണ് ജീവിക്കുന്നത്. വേറൊരു 4-5 മക്കളൊക്കെ ആയിട്ട് വേറൊരു ഭർത്താവ് മരണപ്പെട്ട ഒരു വ്ളോഗറുണ്ട്. എന്തൊക്കെയായിരുന്നു അവരെ കൊണ്ടുപോയി പുകഴ്ത്തി നടന്നിരുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ മറ്റേ ഇൻ്റർവ്യൂകൾ നടന്നിരുന്നു. സ്വന്തം ഉമ്മാനെ അടക്കം തെറി വിളിച്ച് കേസായി, പാക കേസും കൂട്ടൊക്കെ ആയിട്ട്. ഞാൻ ഇവരൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. എൻ്റെ 17ാമത്തെ വയസ്സിലായിരുന്നു കേട്ടോ എൻ്റെ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം എനിക്ക് വലിയൊരു ചതിയായിരുന്നു സംഭവിച്ചത്. വിവാഹമല്ല കേട്ടോ, വേറൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചു വരുന്നത്. അതെന്താ സംഭവിച്ചാൽ 2 മക്കളായതിനു ശേഷമാണ് എൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ കൈവിട്ടു പോയ എൻ്റെ ഡിഗ്രി എന്നുള്ളൊരു സ്വപ്നം എനിക്ക് വീണ്ടും വന്നത് കേട്ടോ. അങ്ങനെയാണ് BSc സൈക്കോളജി ഞാൻ എടുക്കുന്നത്. കുടുംബവും മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി പോയിട്ട് പഠിക്കാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു ചതി പറ്റിയത്. കാരണം ഞാനെടുത്ത BSc സൈക്കോളജി യൂണിവേഴ്സിറ്റിയുടെ UGC അപ്രൂവ്ഡ് അല്ലാത്തൊരു കോഴ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നത്, എക്സാം എഴുതാൻ പോകുന്നത് ഫാമിലിയിൽ ആർക്കും പോലും അറിയില്ലായിരുന്നു കേട്ടോ. രഹസ്യമായിട്ടാണ് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ അസിസ്റ്റ് ചെയ്യാനോ എനിക്ക് എന്തെങ്കിലും ചോദിക്കാനോ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ LLB പഠിക്കാൻ പോകുന്നത് കണ്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ഇങ്ങനെ ചോദിക്കലുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളും പറയും, ഓ ഇയാളിപ്പോൾ ഇവരുടെ കോണ്ടന്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ഇവരെ തെറി പറയാനോ ഇവരെ നാട്ടുകാരെ കൊണ്ട് തെറി പറയിപ്പിക്കാനോ ഇവരെ കുറ്റപ്പെടുത്താനോ അല്ല. അവനവൻ്റെ ലൈഫ് ഇങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുക്കുന്ന ആളുകൾക്ക് വരാവുന്നൊരു ദുരന്തം തന്നെയാണ് ഇവർക്കും സംഭവിച്ചത്. സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിറഞ്ഞാടുന്ന ആളുകൾ സത്യസന്ധരാണ്, ഇവരുടെയൊക്കെയാണ് സ്നേഹമാണെന്ന് കരുതുന്ന നമ്മളാണ് സത്യത്തിൽ വിഡ്ഢികൾ. ഇവരുടെ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. ഈ സ്വൽഹായുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ, ഞാൻ ഇതുവരെ അവരുടെ വീഡിയോ മുമ്പ് കണ്ടിട്ടില്ല. അപ്പം ഞാൻ 2-3 ആഴ്ചയായിട്ട് ഇവരെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ വീഡിയോകൾ കണ്ടപ്പോഴാണ് ഇവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് ഞാൻ അറിയുന്നത്. പക്ഷേ പിന്നീട് ഇവരുടെ വീഡിയോയിലൊക്കെ ഇവർ വളരെ വിഷമത്തോട് കൂടിയിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തിനാണ് എൻ്റെ കുട്ടീനെ നോക്കണം പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ, എന്തിനാണ് എന്നെ വേട്ടയാടുന്നത്, എന്നെ വെറുതെ വിട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് എഴുതിയിടുമ്പോഴാണ് അവരത്രയും ട്രോമയിലാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് തോന്നി നമുക്കൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണ്, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് അവരെന്തെങ്കിലും അവരാളുകളെ ആരെങ്കിലും കൊന്ന ഒരാളാണോ, രാജ്യദ്രോഹം ചെയ്ത ആളാണോ, ചാരവൃത്തി ചെയ്ത ആളാണോ? ഇതൊന്നും അല്ലല്ലോ. അവരവരുടെ സ്വകാര്യ ലൈഫുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മൂന്നാമത്തെ ഒരാൾക്ക് ഒരു പ്രശ്നം വരാനില്ല. ലോകത്ത് എത്രയോ ആളുകൾ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. അവരവരെ ഭർത്താവിൻ്റെ കുറ്റങ്ങളും അതിൽ വരണില്ല. അപ്പോഴേക്കും അവർക്ക് ഭർത്താവിന് സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടാണ്, ഭർത്താവിന് നിറമില്ലാഞ്ഞിട്ടാണ് ഇവർക്ക് സൗന്ദര്യം കൂടി. ആ 5 മക്കൾ ഹാപ്പി ആയിട്ട് അവരെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മയുടെ ഭാഗത്തൊരു ശരിയുണ്ട്. ആ ഉമ്മ അതിനെ മക്കളത്ര സ്നേഹിക്കുന്നുണ്ട് എന്നല്ല അതിനെ അർത്ഥാക്കേണ്ടത്. നമ്മൾ അവരെ വേദനിപ്പിക്കാതിരിക്കരുത്, മിനിമം മര്യാദ. ഞാനീ പറയുന്നത് നമ്മുടെ ഒരു കമൻറ്റിലോ ഒരു വീഡിയോയിലോ ഒരാളെ തകർക്കാനോ ഒരാളെ ഇകഴ്ത്താനോ ആകുന്നതാവരുത് എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ച തെറ്റാണെങ്കിലും ഓക്കെ. ഇപ്പോൾ ഞാനീ ചെയ്യുന്നൊരു കാര്യം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഒരു കാര്യം ഞാൻ പറയാം, അവനവൻ്റെ സ്വകാര്യ ലൈഫിൽ പബ്ലിക്കിൽ ഇട്ട് കൊടുക്കരുത്. പബ്ലിക്കിൽ ഇട്ട് കൊടുത്താൽ ആളുകൾ അതിനെങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ആളുകൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് അവകാശമൊന്നുമല്ല ഒരാളെ തകർക്കൽ. ഒരാളിപ്പോൾ ഞാൻ എൻ്റെ പബ്ലിക് ലൈഫ് പറയാം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെന്ന് പറഞ്ഞിട്ട് അതിനെ തകർക്കാൻ നമുക്ക് അവകാശമില്ല. നിങ്ങൾക്ക് വിയോജിക്കുന്ന കാര്യമാണെങ്കിൽ മാന്യമായിട്ട് വിയോജിക്കാം, അല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കാം. പക്ഷെ ഇപ്പോൾ ഇവർ ചെയ്യുന്നത് വലിയൊരു സൈബർ ആക്രമണമാണ് എന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒരു ലക്ഷക്കണക്കിന് ആളുകളെ നമ്മളെ തകർക്കാൻ ശ്രമിച്ചാലും നമ്മുടെ കൂടെ ഒരാളുണ്ടായാൽ മതി. നമ്മുടെ കൂടെ നമ്മളിങ്ങോട്ട് തകർക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, വേണ്ട കോടിക്കണക്കിന് ആളുകാരുണ്ട്. നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ ആരാ ജയിക്കാം? കോടിക്കണക്കിന് ആളുകൾ ഓപ്പോസിറ്റ് അവരല്ലേ? എന്നല്ല, ആ ഒരാൾ പടച്ച റബ്ബാണെങ്കിൽ, ആ ഒരാൾ ഈ കോടിക്കണക്കിന് ആളുകളെ സൃഷ്ടിച്ച പടച്ച റബ്ബാണെങ്കിൽ നമ്മൾ എന്തിനാ പേടിക്കണത്?
ഇപ്പോൾ നിങ്ങൾ കരുതും എനിക്ക് എന്തെങ്കിലും തരത്തിൽ പരിചയമോ ഇത് ഇയാളുടെ പരിചയക്കാരാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തരത്തിൽ പരിചയം എനിക്കില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, ഇതിന് മുൻപ് അവരെ വീഡിയോ കണ്ടിട്ടില്ല. ഇത് ഞാൻ ഈ വിവാദ വിഷയങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് അവരെ പിന്തുണക്കൽ അത്യാവശ്യമാണ്, അതുകൊണ്ട് മാത്രം പറഞ്ഞത്. ഞാനൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു യുവതിയുടെ ഒരു ഫോട്ടോകൾ കണ്ടല്ലോ, ഈ യുവതിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇന്നലെ കാന്തപുരം ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് ഈ യുവതി ഇവരുടെ മകനെ പറഞ്ഞയച്ചു. ഒരു നല്ലൊരു ഉണ്ണിയപ്പം വിൽക്കുന്ന ഒരു സ്ത്രീയാണ്, ഇവരൊരു വ്ളോഗറാണ്. ഞാൻ ഇവരെ പേരൊന്നും പറയുന്നില്ല, ഇവരുടെ പേരാണ് എൻ്റെ ചോദ്യം. ഒരു പക്ഷേ ഇവർ ഏറ്റവും അധികം വീഡിയോ ചെയ്തിട്ടുണ്ടാവുക മുസ്ലിം സബ്ജക്റ്റാണ്. കാന്തപുരം ഉസ്താദിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു വ്ളോഗറാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇവരെ മുഖം കണ്ടിട്ട് ഇവരാരാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, ഇവരുടെ പേരെന്താണെന്നാണ് ചോദ്യം. നല്ലൊരു വ്ളോഗറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ വ്ളോഗിങ്. ഒരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.